വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? പറയൂ, എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത്? ആ വാൻ നിങ്ങളുടേതാണ്? ഏത് വാൻ? മാരുതി വാൻ. ആ റൈറ്റ് റൈറ്റ്, എന്റെ വണ്ടിയാ. കളർ നന്നായിട്ടുണ്ടല്ലേ? പുതിയതാ, ബ്രാൻഡ് ന്യൂ. അവന്മാരെ വർക്ക്മാൻഷിപ്പ് ആവാരം. ഈ കാറിനേക്കാൾ വാൻ. സർ പ്ലീസ്, ആ വണ്ടി ഒന്ന് മാറ്റി തന്നാ എനിക്ക് പോകാമായിരുന്നു. ഓഫ് കോഴ്സ്, ഓഫ് കോഴ്സ്. കം കം കം. എന്താ ചെയ്യാ? എന്നോടാണ് ചോദിക്കുന്നത്? വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ചില സാമാന്യ മര്യാദകളൊക്കെ ഉണ്ട്. ശരിയാ, പക്ഷെ ഞാനത് എപ്പോഴും മറക്കും. അതൊരു സ്ഥിരം പരിപാടിയാ. അല്ല പേടിക്കണ്ട, ഞാൻ പൊക്കി മാറ്റി തരാം. ഇനി ഒരു ഒറ്റ മാർഗവും. കരച്ചിപ്പുണ്ടോ? കരച്ചിപ്പ് കരച്ചിപ്പ്. ഒന്നുമില്ല. ഈ ബ്രേസ്ലെറ്റ് ഇഷ്ടപ്പെട്ടു അല്ലേ? വെരി റയർ പീസാ. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ വെറൈറ്റിയിൽ ലോകത്താകെ ഇതൊരെണ്ണം മാത്രമേ ഉള്ളൂ. ആ വണ്ടി ഒന്ന് മാറ്റിയിട്ടാൽ. ഓ ഐ ആം സോറി, മാറ്റിത്തരാം. കാര്യം മറന്നു. എവിടെയെങ്കിലും നീ പോയി കളിക്ക്. എന്തൊരു ഗമ. I am Vijay Chandran. I am Srikumar, private detective come Vakil Kumar. Oh, it's a very rare combination. Glad to meet you. അയ്യോ, ഈ മുതുകാലൻ ഒന്നുകിൽ കള്ളൻ അല്ലെങ്കിൽ കൊലപാതകി. ഞാൻ കള്ളനുമല്ല കൊലപാതകയുമല്ല. I am a businessman. ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വില്യംസിന്റെ വീട് എവിടെയാ? മീശ. ആ, മീശ. വീട് എനിക്കറിയില്ല, പക്ഷേ ഓഫീസ് അറിയാം. മാർക്കറ്റ് റോഡില. ഓ, താങ്ക് യു. കാലം എന്നെ വിളിച്ചോ? ഇല്ല.
അതാരുടെ വീടാ? അത് പ്രൊഫസറുടെയാ. ആ കുട്ടിയതാ? അങ്ങനെ മോളാ, ആ. ബോംബെയിലാ. ആ. എന്താ കുഞ്ഞേ? ഒന്നിങ്ങി വന്നേ. ഇപ്പോൾ അവിടെ വന്നതാരാ? ഓ, ഒരു വല്ലാത്ത മനുഷ്യൻ. അയാൾക്ക് പരഹൃദയജ്ഞാനമുണ്ട്. എന്താ? പരഹൃദയജ്ഞാനം. ഞാൻ മനസ്സിലൊരു കാര്യം വിചാരിച്ചാൽ ഉടനെ അയാൾ ഉത്തരം പറയും. അയാൾ ഇങ്ങോട്ട് കൈ ചൂണ്ടി എന്താ ചോദിച്ചത്? എല്ലാ കാര്യം ചോദിച്ചു. നിങ്ങളുടെയൊക്കെ പേരും നാളും ജോലി. എന്തോ എവിടെയോ ഒരു കുഴപ്പമുണ്ട്. കുഞ്ഞ് പേടിക്കാതെ, ഞാനല്ലേ ഇവിടെ ഉള്ളത്. അവനാരായാലും നമുക്കെന്താ? ഞാൻ സെക്കൻഡ് ചെയ്തപ്പോ അവന്റെ കൈ പിടിക്കാൻ ഒന്ന് ഞെരിച്ചു. അവൻ കരഞ്ഞുപോയി. പാവം നൊന്ത് കാണും. ഇങ്ങോട്ട് വന്നേ. കോളിംഗ് ബെല്ലടിക്കും. ഞാൻ ഒന്ന് പോയിട്ട് വരാം. എന്താടി എന്താണ്? ഞാൻ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അവളുടെ ഒരു ഒടുക്കത്തെ വിളി. മോശമല്ലേ? അച്ഛാ, ഞാൻ ബോംബെക്ക് മടങ്ങിപ്പോയിക്കോട്ടെ. എന്നെ നോക്കാനും സംരക്ഷിക്കാനുമായിട്ട് നീ ഇവിടെ നിൽക്കണമെന്ന് ഞാൻ പറയും. നിന്റെ ഭാഗം അതാണ് പ്രധാനം. പക്ഷെ നീ അതും നോക്കുന്നില്ലല്ലോ. മോളെ, എന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ആരാ ഉള്ളത്? ആ റോബർട്ടിനെ ആരോ പോയി. ഇനി അയാളെ കുറിച്ച് ലേഖനങ്ങളും ഫീച്ചേഴ്സും ഒക്കെ തയ്യാറാക്കിയിട്ട് എന്താ കാര്യം? മോളെ, നീ ഇനി എന്തിനാ ബോംബെക്ക് പോകുന്നത്? അച്ഛാ, ചെയ്ത ജോലി ഫിനിഷ് ചെയ്യാതിരുന്നാൽ? ഓ, ഒന്നുമല്ല, എല്ലാം എനിക്കറിയാം. ഇതൊക്കെ നിന്റെ ഒളിച്ചോട്ടമാണ്, എസ്കേപ്പിസം. നമുക്ക് പോകാം, നേരം വൈകി. ശരി, ഇന്ന് ആഹാരം പുറത്തു നിന്നാവാം. എന്താ? അഞ്ചുമോളെ, വേണ്ട വേണ്ട, കുടിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? കുടിയോ? ഇതാര് കുടിക്കുന്നു? മോളെ, ഒറ്റ പെഗ്. ഒന്നും എന്നോട് പറയും, മാറി ചെന്നിട്ടത് 9 ആവും. വേണ്ട വേണ്ട, ഒരൊറ്റ പെഗ് മാത്രം. വേണ്ട എങ്കിൽ ഞാൻ ഇപ്പൊ പോവും. That's my girl. Thank you, thank you, thank you. അല്ല, ഇതാരും ലളിതയോ? എന്താ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കല്ല, അച്ഛനും ഉണ്ട്. എന്നിട്ട് എവിടെ? ബാറിൽ. ഓ, തണ്ണിപ്പാർട്ടിയാണല്ലേ. ഓ, വല്ലാത്ത ക്ഷീണം. ഞാനൊരു ദീർഘയാത്ര കഴിഞ്ഞിട്ട് വരിക. എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവനെയും കാണുന്നില്ലല്ലോ. ലളിതയ്ക്ക് ബ്രേസ്ലെറ്റ് അങ്ങ് പിടിച്ചെന്ന് തോന്നുന്നല്ലോ. വേണോ? ഒരു തരട്ടോ? വേണ്ട. ആ, നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ. ഐ എം വിജയചന്ദ്രൻ, മാനേജർ ഫിനിക്സ് എക്സ്പോർട്സ്. ആ, ഞാനെന്റെ കാർഡ് തരാം.
എന്റെ പേഴ്സും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലോ. മിസ്റ്റർ വിജയചന്ദ്രൻ, Yes. നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്? ഞാനോ? അതെ, മനുഷ്യന് സ്വൈരമില്ലാതായി. അയൽവക്കത്തെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുക, കാറിൽ വന്ന പുറകെ, ബീച്ചിൽ വന്ന പുറകെ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? കാറിലോ ബീച്ചിലോ? ലളിത എന്തൊക്കെയായി പറയുന്നത്? വേണ്ട, വേഷം വേണ്ട, പറയൂ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അയ്യോ, ആളുകൾ കേൾക്കും. ലളിത എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ വെറുതെ ലളിതയുടെ ഒരു കമ്പനിക്ക് വേണ്ടി ഇങ്ങനെ- എനിക്ക് നിങ്ങളുടെ കമ്പനി ഇഷ്ടമല്ലെങ്കിലോ? ശ്ശോ, ഓ, ഇറ്റ്സ് ഓൾ റൈറ്റ്. ലളിതയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഇറ്റ്സ് ഓൾ റൈറ്റ്. ഐ എം സോറി. എപ്പോഴെങ്കിലും ഇഷ്ടം തോന്നുകയാണെങ്കിൽ ഇത് ഉപയോഗിക്കാം. ലളിത കുഞ്ഞ്, കുഞ്ഞ്, കുഞ്ഞു വായിച്ചില്ലേ? ബീച്ചിലെ കൊലപാതകം പുതിയ വഴിത്തിരിക്കുന്നു. ഏത് കൊലപാതകം? ആ കള്ളക്കടത്തുകാരന്റെ കൊലപാതകമേ. പോലീസ് കേരളം മുഴുവൻ വലവീശിരിക്കുക. പക്ഷേ കള്ളൻ വലയ്ക്ക് പുറത്ത്, പോലീസ് വലയ്ക്കകത്ത്. അതാ ഇപ്പോഴത്തെ നില. കുഞ്ഞ്, കുഞ്ഞ്, നമ്മുടെ ഈ പരിസരവും ആ കൊലപാതകവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. കുഞ്ഞ്, അല്ല, കുഞ്ഞിന് ഞാൻ പറഞ്ഞ വിശ്വാസമായില്ല അല്ലേ? കാരണം ഇവിടെ വെച്ച അയാളെ കാണാതായത്. ഇവിടെ എവിടെയെങ്കിലും വെച്ചായിരിക്കണം ആ കൊലപാതകം നടന്നത്. കൊലപാതകി ആരാണെന്ന് എനിക്കറിയാം. അല്ല, ആളാരാണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. എങ്കിലും ആരായാലും ആളൊരു മർമാണി വിദഗ്ധന. മർമ്മത്തിലെ അടി നിർവന്തരയിൽ ഒറ്റയടിക്ക് ആള് ചാപ്റ്റർ ക്ലോസ്. എനിക്ക് ആ പരഹൃദയജ്ഞാനി ഒരു സംശയമുണ്ട്. ശ്രീയേട്ടന് വേറെ ഒരു ജോലിയില്ലേ? മനസ്സിലായി, മനസ്സിലായി. കേട്ടോട്ടല്ലേ? താങ്ക് യു. എവിടെയോ എന്തോ ഒരു കുഴപ്പമുണ്ട്. മോശം. അല്ല, ഇതാരും ലളിതയോ? ഐ എം സോറി, ലളിതയുടെ വണ്ടിയാണെന്ന് ഓർത്തില്ല. ഞാൻ എന്റെ വാൻ ബ്രേക്ക് ഡൗൺ ആയി. വിരോധമില്ലെങ്കിൽ അടുത്ത വർക്ക്ഷോപ്പിൽ വരുന്നു ടോപ്പ് ചെയ്യണം. പോന്ന് വയ്ക്കാം. മൗനം സമ്മതം, അതങ്ങനെ. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ തന്നെ. ആ, കൊള്ളാമല്ലോ. നല്ല സ്റ്റീരിയോ. ഓണിയും ഇഷ്ടമാണോ? അവരുടെ സ്റ്റൈലൊക്കെ പഴഞ്ഞനായി പോയി. പക്ഷെ എന്നാലും എനിക്കിപ്പോഴും അതൊരു വീക്ക്നെസ്സാ. കണ്ടില്ലേ, കാസറ്റ് ഞാൻ പോക്കറ്റിൽ കൊണ്ടു നടക്കാം. നിർത്തിക്കളഞ്ഞോ? നിങ്ങൾ ആരാ? എന്താ നിങ്ങൾക്ക് ജോലി? മറന്നുപോയോ? മൈ നെയിം ഈസ് വിജയചന്ദ്രൻ, ബിസിനസ് മാൻ, എക്സ്പോർട്ടർ. എന്റെ ബിസിനസ് എന്താണെന്ന് വെച്ചാല് ഈ കശുവണ്ടി ഉണ്ടല്ലോ, കശുവണ്ടി, അതിന്റെ തൊണ്ട് ചക്കിലിട്ടാട്ടി ആ എണ്ണ സിംഗപ്പൂരിലേക്ക് Get out. അയച്ചേ. I say you get out. അല്ല, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എപ്പോഴും ചോദിക്കണമെന്ന് ഓർക്കും. ലളിതയെ കാണുമ്പോൾ അതങ്ങ് മറക്കും. നിങ്ങൾ എന്തിനാ റോബർട്ടിനെ കൊന്നേ? ശരി, വീണ്ടും കാണാം.
ഒരര കുപ്പിളെ കൊണ്ടുവാ. മതി, ഇനി കാശ് വന്നിട്ട് കുടിച്ചാ മതി. എന്റെ മാറ്റോനെനിക്കൊക്കെ അവൻ തരും. മാറ്റോനോട് വാങ്ങിച്ചു കുടിച്ചാ മതി. ഇനി സാറങ്ങ് പോയാട്ടെ. ഇങ്ങനെ സാറിന് ആവശ്യമുള്ള കുപ്പി കൊടുത്തേര് കേട്ടോ. കാശൊക്കെ ഞാൻ തരാം, പിടിച്ചോ. പിന്നെ വേണ്ടി വന്നാൽ സാറിന് ഞാൻ ഈ ഷാപ്പ് മൊത്തം മേടിച്ചു കൊടുക്കും. അതെ, സാർ മോർച്ചറിലെ അറ്റൻഡർ അല്ലേ? അതെ. അതെ, ഈ മോർച്ചറിലെ റോബർട്ടിന്റെ ശവം എന്നെ ഒന്ന് കാണിക്കണം. കാണിക്കാവൂ? കാണിക്കാം. ഇതാണ് നമ്മുടെ മോർച്ചർ. ഇവിടെ ഒരു ശവം കാണുന്നില്ലല്ലോടാ നീയല്ലാതെ. പക്ഷെ അളിയൻ വരുന്നില്ലേ? അയ്യോ, ഇത് സത്യമുള്ള തൊഴില. കുടിച്ചിട്ട് ഞാൻ അകത്ത് വരികയല്ല. അറിയാൻ ചെല്ല്, ഞാൻ ഇവിടെ നിന്നോളാം. ഭയങ്കര നാറ്റ. അത് സ്പിരിറ്റിന്റെയാ. ഉണ്ടണം. ഓ, ഇതല്ല. എന്തോ സുകുമാരന്റെ സുഹൃത്തെന്ന് പറയുമ്പോ പത്രപ്രവർത്തകനാണോ? അല്ല, എനിക്ക് ബോംബെയിൽ ബിസിനസ് ആയിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ബോംബെ ചെന്ന് പറ്റിയതാ. ഇനിയിപ്പോ ബിസിനസ് ഒക്കെ നാട്ടിലാകാമെന്ന് വിചാരിച്ചു. ലളിതയെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് വിഷമമുണ്ട്. എനിക്ക് ആകെ ഉണ്ടായിരുന്ന സുഹൃത്തായിരുന്നു സുകുമാരൻ. ലളിതയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഒരുപാട് ആഹാരം ഞാൻ കഴിച്ചിട്ടുണ്ട് ബോംബെയിൽ. അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? മിസ്റ്റർ വിജയചന്ദ്രൻ അവളെ ഒന്ന് ഉപദേശിക്കണം. ഞാൻ പറഞ്ഞു മടുത്തു. ഇവളിങ്ങനെ ബോംബെയിൽ ഒറ്റയ്ക്ക് തുടരുന്നത്, അതും സുകുമാരൻ വർക്ക് ചെയ്ത അതേ പത്രത്തിൽ. മറ്റൊരു വിവാഹം എന്ന് പറയുമ്പോ ഇവൾ എതിർക്കുന്നതും ഇതൊക്കെ കൊണ്ട് തന്നെ. ആ റോബർട്ട് ആണെങ്കിൽ മരിച്ചു. ഇവളിനി ആരോട് പ്രതികാരം ചെയ്യാന്? ഈ ലേഖനമൊന്നും പത്രപ്രവർത്തനമൊന്നും പറഞ്ഞ് അവിടെ ഇങ്ങനെ തുടരുന്നത് മിസ്റ്റർ വിജയചന്ദ്രൻ ഇവിടെ പറഞ്ഞു മനസ്സിലാക്കണം. എനിക്കാണെങ്കിൽ വയസ്സായി. ലളിതയെ ഒന്ന് ഉപദേശിക്കാന്ന് വെച്ചാൽ ഞാൻ വന്നത്. ഞാൻ പറഞ്ഞ ഒരു പക്ഷെ അനുസരിച്ചേക്കും. അവള് വന്നല്ലോ. ഞാൻ ആ വണ്ടി ഒന്ന് മാറ്റിയിട്ട് കൊടുക്കട്ടെ. വാഴക്ക് തന്നെ ഇട്ടിരിക്കുന്നു. ഗുഡ് ഈവനിങ് മാഡം. എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം? ചൂടാകാതെ. ലളിതയ്ക്ക് എന്നെ വേണ്ടെങ്കിലും എനിക്ക് ലളിതയെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഒന്നുമല്ലെങ്കിലും റോബർട്ടിനെ കൊന്ന പാർട്ടിയില്ലേ? അച്ഛനെ ഞാൻ കമ്പനി അടിച്ചു. സുകുമാരന്റെയും ലളിതയുടെയൊക്കെ ഫാമിലി ഫ്രണ്ടാണെന്നാണ് ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. മാറ്റി പറയരുത്. ആ, ഗുഡ് ഈവനിങ്. മോളുടെ പേരെന്താ? വിജയചന്ദ്രൻ. ലളിതയുടെ മോളാണല്ലേ? മിടുക്കി. ആ, അച്ഛൻ കാത്തിരിക്കുന്നുണ്ടാവും. അങ്ങോട്ട് ചെല്ല്. മോളെ, നീ വിജയചന്ദ്രനെ കണ്ടില്ലേ? കണ്ടു. നിന്നെ കാത്തിരിക്കുകയായിരുന്നു. ഒരു ചായ പോലും കൊടുത്തില്ല. അതിനെന്താ, കുടിച്ചു കളയാലോ. ലളിത വന്നല്ലോ. മധുരാധികം വേണ്ട, അറിയാലോ. മോളി അങ്കിളിനെ ഓർക്കുന്നുണ്ടോ? പള്ളി മറന്നു കളഞ്ഞു കേട്ടോ ലളിതേ. 5 എന്നെ മറന്നു.
കൊച്ചു പിള്ളേർ അങ്ങനെയാണ്, കുറച്ചാള് കാണാതിരുന്ന മറന്നു. ലളിത ചായ എടുക്ക്. ഉം. വരൂ, ഇരിക്കൂ. അപ്പോഴേ സാറേ നമുക്ക് ഹോസ്പിറ്റലിൽ പോണ്ടേ? ആ, എനിക്ക് പരഹൃദയജ്ഞാനൊന്നും അറിയില്ലല്ലോ ശ്രീകുമാറെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ആഹാ, നിങ്ങൾ പരിചയക്കാരാണ്. പിന്നെ ഞങ്ങൾ അന്നേ പരിചയക്കാരല്ലേ, വി ആർ ഫ്രണ്ട്സ് അല്ലടോ. അതെ അതെ. പോകാം സാർ. ആ, മോളെ ലളിതേ, എന്നാ ഞാനൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരാം. നിങ്ങൾ ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇനി എത്തും. പോയിക്കളയരുതേ. ഇല്ല. മോളെ, നീ വരാൻ വൈകുകൊണ്ട് ഞാൻ ശ്രീകുമാരനെ. അതെ. ഇനിയിപ്പോ നിങ്ങൾ സംസാരിച്ചിരിക്കും. മോളെ പോണ്ട. ആ, അവളോട് പോരട്ടെ. ഇന്ന് ഞാൻ ഇന്നൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ള കാര്യമുള്ളൂ. ഞങ്ങൾ ഉടനെ വരും. പോയിക്കളയരുത്. ഇല്ല. എന്താ ചായ ഇടാൻ എത്ര താമസം? നിങ്ങൾ ഏത് മുറി വെച്ചാ റോബർട്ടിനെ കൊന്നത്? ബാത്റൂം വെച്ചാണല്ലേ? എനിക്കറിയാം. നിങ്ങൾ ഒറ്റയ്ക്ക് ആ ഡെഡ് ബോഡി കൊണ്ട് ഈ ബീച്ചിലിട്ടു അല്ലേ? ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. നിക്ക്. രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. ഒന്നുകിൽ നീ റോബർട്ടിനോട് പ്രതികാരം ചെയ്തതാണ്, അല്ലെങ്കിൽ നീ റോബർട്ടിന്റെ സംഘത്തിൽപ്പെട്ടവളാണ്. അയ്യോ, പണസംബന്ധമായിട്ട് എന്തെങ്കിലും തകരാറുണ്ടായിരുന്നോ? ഈ ബ്രേസ്ലെറ്റ് കണ്ടോ? അന്ന് രാത്രി ഈ വീട്ടിലെ ബാത്റൂമിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. സത്യമല്ല എന്നോട് തുറന്നു പറഞ്ഞാൽ നിന്നെ ഞാൻ രക്ഷിക്കാം. ആരും എന്നെ രക്ഷിക്കണ്ട. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം പിടുങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ? പോലീസാണെന്ന് തോന്നുന്നു. പോലീസാണ്. പോലീസ് വരട്ടെ, ഞാൻ എല്ലാവരോടും തുറന്നു പറയും. അരുത്, അത് അപകടമാണ്. മാറൂ, നിങ്ങൾ ഞാൻ ഇന്നൊരു പാഠം പഠിപ്പിക്കും. മാറ്. ഇല്ല. എന്താ നിങ്ങൾക്ക് പോലീസിനെ കാണുമ്പോ എത്ര ഭയം? ഇൻസ്പെക്ടർ, എന്നോടൊന്നും പറഞ്ഞില്ലെങ്കിൽ വേണ്ട. പോലീസിനോടൊന്നും പറയരുത്, അത് അപകടമാണ്. പ്ലീസ് ഒന്നും പറയരുത്. ബി നോർമൽ. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ ഒരു ഭാവമാറ്റം? ഒന്നുമില്ല. പേടിച്ചു പോയല്ലേ? നിങ്ങളുടെ ഈ പരിസരം ആകെ തകരാറാണല്ലോ. റോബർട്ടിനെ ഇവിടെ വെച്ച് കാണാതായി. കണ്ടു കിട്ടുന്നത് പിന്നെ ശവമാണ്. നിങ്ങളുടെ അയൽക്കാരൻ കുടിച്ച് ബോധവുമില്ലാതെ ഇന്നലെ മോർച്ചറി വന്ന് കയറി. എന്താ 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 അവന്റെ പേര്? ശ്രീകുമാർ. ആ, പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് കം ഗുമസ്തൻ. ഞാൻ വരുന്നതിന് മുമ്പ് അവരവനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് പോയി. കിട്ടും, അവനെ എന്റെ കൈ കിട്ടും. അന്ന് അവന്റെ മോന്ത ഞാൻ ഇടിച്ചു വരത്തും, ചപ്പാത്തി വരത്തും പോലെ വരത്തും. അവൻ എന്തിനാ റോബർട്ടിന്റെ ശവം കാണാൻ വന്നത്? എനിക്കെങ്ങനെ അറിയാം? ഇതൊക്കെ എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ഈ വീട് എന്റെ സംശയദൃഷ്ടിയിലാണല്ലോ. ഓ, അല്പം ജോലി തിരക്കുണ്ടായിരുന്നു. ശരി ശരി, ഞാൻ ഇറങ്ങിത്തരാം. അല്ല, നിങ്ങൾക്കെന്താ എന്നോടൊരു ബഹുമാനമില്ലാത്തത്? ഞാൻ SI ആണ്, ഹെഡ് അല്ല. ഒരു ബഹുമാനക്കുറവില്ല. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നു. അത് നിങ്ങളുടെ കോംപ്ലക്സ് കൊണ്ട് തോന്നുന്നതാ. എന്താ പോലീസിനെ കണ്ടപ്പോ ഒരു വിറയൽ, ഒരു ഭയം? ശരിയാ, അതെന്നെ കരുതിയല്ല, നിന്നെ ഓർത്തിട്ടാ. പോലീസിനെ കണ്ടാ എനിക്കൊരു കുഴപ്പമുണ്ട്. സത്യമെല്ലാം തുറന്നു പറഞ്ഞു പോകും. അങ്ങനെ പറഞ്ഞാൽ കുഴപ്പം നിനക്കാ. താൻ ആരോട് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. പ്ലീസ് ഗെറ്റ് ഔട്ട്. മേലിൽ എന്റെ വീട്ടിൽ കയറരുത്. പ്ലീസ് പ്ലീസ് ഗെറ്റ് ഔട്ട്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ.
അപ്പോ ഞാൻ പോയിട്ട് പിന്നെ വരാം. വേണ്ട, ഇനി ഒരിക്കലും വരണ്ട. ആഹാ, വിജയൻ തന്നെ ഇറങ്ങി. എന്താ ഇത്ര തിടുക്കം? 100 കൂട്ടം കാര്യങ്ങളല്ലേ സാർ. ഒരു ബിസിനസ് പാർട്ടി മീറ്റ് ചെയ്യാനുണ്ട്. ശരി, ഇന്ന് തന്നെ വിട്ടിരിക്കുന്നു. നാളെ വേറെ ഒരു പരിപാടി ഇടരുത്. നാളെ ഇവിടെ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്. 5 ബർത്ത്ഡേയാ. ആ ലളിത പറഞ്ഞില്ലേ? ഇല്ല. എന്താ മോളെ പറയാഞ്ഞത്? അത് ജോലി തിരക്കുള്ള ആളല്ലേ, അതുകൊണ്ട്. എന്ത് ജോലി തിരക്ക്? കൊള്ളാം. ഇതൊക്കെയല്ലേ നമുക്കൊരു സന്തോഷം. നല്ല പാർട്ടിയാ. ഇപ്പൊ സാറ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്നെ തഴഞ്ഞനല്ലേ. ശരി, ഞാൻ 2 പ്രാവശ്യം വിളിച്ചിരിക്കുന്നു. നാളെ ഈവനിങ് തീർച്ചയായിട്ടും വരും. ആ, മോക്ക് എന്ത് പ്രസന്റാ വേണ്ടത്? പാവ. ആ ശരി, അപ്പോ നാളെ കാണാം. വരട്ടെ. ടാറ്റാ. നാളെ മോൾക്ക് പാവക്കുട്ടിയെ കിട്ടുമല്ലോ. മാമൻ എന്താ വാങ്ങിച്ചിരണ്ടേ? ഇത് പാക്ക് ചെയ്യൂ.